ഞാൻ UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കിവി എന്ന് പറഞ്ഞൊരു ആപ്പാണ്. കാരണം ഞാൻ ഈ ഒരു കിവിയുടെ തന്നെ റൂപേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ഒട്ടുമിക്ക UPI ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കിവി ആപ്പ് വഴിയാണ്. P2P ട്രാൻസാക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ P2M ട്രാൻസാക്ഷൻ ആണെങ്കിലും കിവി കാർഡ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല റിവാർഡ് ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആക്കി രണ്ടാമത്തെ വർഷത്തിലേക്കാണ് കടന്നിട്ടുണ്ട് ഈ ഒരു കിവി ആപ്പ് ഉപയോഗിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു കിവി ആപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷമായപ്പോൾ എനിക്ക് എത്ര രൂപ റിവാർഡായിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കിവി ആപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ പുതുതായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഇതാണ് കിവി ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ, അതായത് ഇവിടെയായിട്ട് നമുക്ക് നമ്മളുടെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള കിവീസ് എത്ര എണ്ണം ഉണ്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ലൈഫ് ടൈം സേവിങ്സ് ഏകദേശം 40,000 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടാനായിട്ട് സാധിച്ചു. കിവീസ് അവൈലബിൾ 10,414 രൂപയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര രൂപയ്ക്ക് ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 2,603 രൂപയ്ക്ക് ഈക്വലൻ്റ് ആണ്. വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൈമറി സേവിങ്സ് അക്കൗണ്ടിലേക്ക് അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് കിട്ടിയതിൻ്റെ ടോട്ടൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാനായി സാധിക്കും. പിന്നെ ഞാൻ കിവി നിയോൺ മെമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ അറിയാം. 2026 ഓഗസ്റ്റ് വരെയാണ് ഇപ്പോൾ പുതിയ മെമ്പർഷിപ്പിൻ്റെ വാലിഡിറ്റി വരുന്നത്. ടോട്ടൽ സേവിങ്സ് 18,729 രൂപയാണ്. നിയോൺ ക്യാഷ് ബാക്ക് 18,114 രൂപ. പിന്നെ ബ്രാൻഡിൽ 75 രൂപ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ജേണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇപ്പം ഈ ഒരു നിയോൺ മെമ്പർഷിപ്പ് എടുത്തിട്ട് 1,86,000 രൂപയോളം സ്പെൻഡ് ചെയ്തു. 3% ക്യാഷ് ബാക്ക് അൺലോക്ക് ചെയ്തു. 4% ക്യാഷ് ബാക്ക് 1,00,000 രൂപയാണ്, അതും അൺലോക്കായി. 5% ക്യാഷ് ബാക്കിനായിട്ട് 1,50,000 രൂപ എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ എത്തണമായിരുന്നു, അതും അൺലോക്ക് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എപ്പോഴാണ് അൺലോക്ക് ആയതെന്നൊക്കെ. അപ്പോൾ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ എപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതൊക്കെ ഇവിടെ കാണാം. നവംബർ 30, 2025 എമൗണ്ട്, അത് ആ ഒരു എമൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കിവീസ് വരും. ഓൾറെഡി 2,929 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള റിവാർഡ് കിട്ടി. ബാക്കി 4,570 രൂപ ഇക്വലൻ്റ് ആയിട്ടുള്ള കിവീസ് നവംബർ 30 ആ ഒരു ടൈം ആകുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ ലോഞ്ച് ആക്സസും കിട്ടും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴുമാണ് ഈ ഒരു മൈൽ സ്റ്റോണും അതുപോലെ തന്നെ ലോഞ്ച് ആക്സസും വരുന്നത്. ഈ ഓഫേഴ്സൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി പല വീഡിയോയിലും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോം പേജിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളുടെ മറ്റു ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കാണാം ഫോർ യു എന്ന് പറഞ്ഞ സെക്ഷനിൽ മൈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ് ടു 100 കിവീസ് വരെ നേടാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല UIയും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ മറ്റു കാർഡുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഭാരത് ബിൽ പേയ്മെൻറ്റ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വെച്ച് നമ്മളുടെ ബില്ല് വന്നതിന് ശേഷം ബില്ല് ഫെച്ചാകും. നമുക്ക് ഈ ഒരു ആപ്പ് വഴി റീപേയ്മെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു കിവി ആപ്പിൻ്റെ അണ്ടറിലുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ബില്ല് എപ്പോഴാണ് വരുന്നത്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കാർഡിൽ നമ്മൾ നടത്തിയിട്ടുള്ള ബിൽ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പുതിയൊരു കാർഡ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ബാങ്കിൻ്റെ കാർഡാണുള്ളത് അത് സെലക്ട് ചെയ്യുക. നമ്മുടെ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർഡ് നമുക്ക് ഈ ഒരു കിവി ആപ്പിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കിവി ആപ്പിൽ ലഭ്യമായുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇപ്പോൾ ക്വിക്ക് ലോൺ എന്ന് പറഞ്ഞ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ലോൺ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ ഒരു ലോൺ ഓഫറുണ്ട്, 3.8 ലാഖിൻ്റെ പ്രീ അപ്രൂവ്ഡ്. അത് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരു എക്സ്റ്റേണൽ ലോണാണ്, ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൽ നിന്നുള്ള ഒരു പ്രീ അപ്രൂവ്ഡ് ലോണാണ്, അത് 1.6 ലാഖിൻ്റെ. സോ ഇങ്ങനെ ലോൺ പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഈ ഒരു സെക്ഷൻ വഴി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ട്രാക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് സ്കോറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ചെക്ക് മൈ സ്കോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോർ നമുക്കിവിടെ അറിയാം. അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി, ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ എത്രയുണ്ട്, ക്രെഡിറ്റ് ഏജ്, ക്രെഡിറ്റ് എൻക്വയറീസ്, ക്രെഡിറ്റ് മിക്സ്, പിന്നെ ക്ലോസ്ഡ് അക്കൗണ്ട്സ്, പിന്നെ നമുക്ക് താഴെ ഒരു റിപ്പോർട്ട് എറർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം.
സോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ടോപ്പ് ഓഫർ എന്ന് പറഞ്ഞ് ഒരു ഓഫർ കാണാം. ഈ ഒരു സെക്ഷനിലാണ് കിവി കാർഡിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രീ EMI ഒരു ഓഫർ നടക്കുന്നുണ്ട് 31-ാം തീയതി വരെ ഒക്ടോബർ. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് പെട്ടെന്ന് ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്കുള്ള EMI സ്കീമിന് മാത്രമാണ് നോ കോസ്റ്റ് EMI കിട്ടുന്നത്. അതിന് മുകളിലുള്ള EMI ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് ഒഴിവാക്കി കിട്ടിയെങ്കിൽ കൂടി നമുക്ക് അതിന് GST ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസും GSTയും വരുന്നുണ്ട്. ചാർജുകളെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബട്ടൺ ആഡ് ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ട് ന്യൂ മെമ്പർഷിപ്പിൻ്റെ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2% ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും സ്കാൻ ആൻഡ് പേ പേയ്മെൻറ്റിന്. നോർമൽ ആണെങ്കിൽ 1% ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരും. ഇവിടെ നമുക്ക് ഈ ഒരു കിവി ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാലൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന എയർപോർട്ട് ലോഞ്ച് ആണ്. നമുക്ക് 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സോ അതാണ് ആയിട്ട് നമുക്കിവിടെ ലോഞ്ച് പാസ് കിട്ടും. ആ ഒരു പാസ് നമുക്ക് ലോഞ്ചിൽ കാണിച്ചുകൊണ്ട് നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, എലിജിബിൾ ലോഞ്ചസ്. സോ ഇപ്പോൾ ഞാൻ മൈൽ സ്റ്റോൺ എത്തി. അപ്പോൾ ഈ ഒരു മന്ത് എൻഡ് ചെയ്ത് നെക്സ്റ്റ് മന്തിലേക്ക് ആകുമ്പോൾ ഈ ഒരു പാസും കാര്യങ്ങളൊക്കെ അൺലോക്കായി കിട്ടും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ലോഞ്ചിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാനും ഈ ഒരു ആപ്പ് കൂടി തന്നെ സാധിക്കും. ഇപ്പോൾ വാരണാസി ഉണ്ട്. വാരണാസിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് കാണാം. അതേപോലെ തന്നെ വഡോദര, പാറ്റ്ന, കണ്ണൂരിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ കൊച്ചി അവൈലബിൾ ആണ്. അതിൽ കോയമ്പത്തൂരുണ്ട്. അങ്ങനെ ഏതൊക്കെ ലോഞ്ചിൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാമെന്നുള്ള ലിസ്റ്റ് നമുക്ക് ആപ്പ് വഴി തന്നെ അറിയാം. നെക്സ്റ്റ് വരുന്ന റെൻറ്റ് പേയ്മെൻ്റ് ആണ്. റെൻറ്റ് വിത്ത് ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ അത് ഡിസേബിൾ ആയി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ഫീസാണ് വരുന്നത്. 1.8% ആണ് ചാർജ് വരുന്നത്. പക്ഷേ ഇത് റെൻറ്റ് പേയ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയത് ട്രൈ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി റെൻറ്റ് പേയ്മെൻറ്റിന് കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അത് ബൈപ്പാസ് ചെയ്യാനായിട്ട് ട്യൂഷൻ ഫീസ് വഴി ആണ് അത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇന്നലെ വരെ അത് ഡിസേബിൾഡ് ആയിരുന്നു ഒരു ഫീച്ചർ. ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയതാണ്. പിന്നെ നിലവിൽ വലിയ ബ്രാൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊന്നും അത് ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. ഇടയ്ക്ക് സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നിലവിലൊന്നും ലഭ്യമല്ല. നോർമലി ഉള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഒരു കോൺടാക്റ്റിന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാം. പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ ടൈം, എവിടെയാണ് പേയ്മെൻറ്റ് ചെയ്തത്, എത്ര രൂപയുടെ പേയ്മെൻറ്റ് ചെയ്തു, ആ പേയ്മെൻറ്റിന് നമുക്ക് എത്ര കിവി കിട്ടി, അങ്ങനെയുള്ള ഇൻഫർമേഷൻ അറിയാം. പിന്നെ ടോപ്പിലായിട്ട് നമുക്കത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ നോർമൽ UPI വഴി ചെയ്തതും കാർഡ് വഴി ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിൽറ്റർ ചെയ്യാം. പിന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫിൽറ്റർ ഓപ്ഷൻസ് വരും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്തത്, സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്തത്, ട്രാൻസാക്ഷൻ ടൈപ്പ്, സ്റ്റാറ്റസ്, അത് വെച്ചൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ ഫിൽറ്റർ ചെയ്തും എടുക്കാനായി സാധിക്കും. നിങ്ങളൊരു കിവി യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി